ഗൈസ്, അപ്പോൾ ഇന്നൊരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. വെൽക്കം ടു ഓട്ടോ 360. അപ്പോൾ ഇത് നമ്മൾ പുതിയ സീരീസ് ആണ്, 360 ടോക്സ് എന്ന് പറഞ്ഞൊരു സീരീസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താണ് ടോപ്പിക് എന്ന് വെച്ചാൽ, നമ്മുടെ പുതിയ ബാഡാസ് സാധനം വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കിയ സെൽറ്റോസ്, നമ്മുടെ ഈ സെഗ്മെന്റ് മിഡ് സൈസ് സെഗ്മെന്റ് ഇത്ര ഒരു ഉറപ്പാക്കിയത് ഈ കിയ ആണെന്ന് തന്നെ പറയാം കേട്ടോ. കിയ സെൽറ്റോസ് വന്നിട്ടാണ്. ഇത്രമാത്രം ഫീച്ചേഴ്സ് ഇന്ത്യക്കാർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ ഗ്ലോബൽ പ്രീമിയർ ആണ്. വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യം തന്നെയല്ലേ, ബിഗർ ആയിട്ടുണ്ട്, ബോൾഡർ ആയിട്ടുണ്ട്, അതായത് പ്രോഗ്രസീവ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അവർ കൊടുത്ത ടാഗ് ലൈൻ. അപ്പോൾ വണ്ടി കുറച്ച് വലുതായിട്ടുണ്ട് തന്നെ നമുക്ക് പറയാം. ഡിസൈൻ കണ്ടിട്ട് തന്നെ, ഓവറോൾ ഡിസൈൻ കണ്ടിട്ട് തന്നെ വണ്ടി കുറച്ചൊരു ബോക്സിയർ, ഒരു SUV ആയിട്ടുണ്ട്. ഒരു മിഡ് സൈസ് SUV ആയിട്ട് തോന്നുന്നില്ല, ഒരു SUV ലുക്കിലേക്ക് മാറിയിട്ടുണ്ട്. അതേപോലെ ഈ ലൈറ്റും സെറ്റപ്പും കാര്യങ്ങളും നിങ്ങൾ കണ്ടില്ലേ, ആ റണ്ണിങ് ഡേ ലൈം DRLs ഒക്കെ കാണാൻ ഭയങ്കര ഒരു പ്രോഗ്രസീവ് ലുക്കും കാര്യങ്ങളും ആയിട്ടുണ്ട് കേട്ടോ. അതാണ് ഇവർ, നമുക്കറിയുന്നതാണല്ലോ, നമ്മുടെ ഈ സെൽറ്റോസ് തന്നിട്ട് തന്നെ ഇന്ത്യക്കാർക്ക് നമുക്ക് ഫീച്ചർ എന്താണെന്ന് അറിയാത്തൊരു സെഗ്മെന്റിലേക്ക് ഇത്രത്തോളം ഫീച്ചർ തന്നിട്ടാണ് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്തത് ഈ മാർക്കറ്റ്. ഒറ്റ കാർ കൊണ്ട് കിയ എന്നുള്ള ബ്രാൻഡ് എല്ലാവർക്കും ഒറ്റ അടിക്ക് അറിഞ്ഞുപോയി. ആ ഒരു കാര്യം ചെയ്തവർക്ക് ഇതാണോ ഇത്ര ബുദ്ധിമുട്ട്? അപ്പം ഐ ആം വെരി മച്ച് എക്സൈറ്റഡ്. ഈ ഒരു റിലീസിന് വേണ്ടി വെരി മച്ച് എക്സൈറ്റഡ് എന്നേ പറയാനുള്ളൂ. അതേപോലെ നമുക്ക് നോക്കാനുള്ള ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഫുൾ അപ്ഗ്രേഡ് ചെയ്തിട്ടാട്ടോ വണ്ടി വരുന്നത്. പവർ ട്രെയിനും കാര്യങ്ങളൊക്കെ IC എഞ്ചിനായിരിക്കും. ഹൈബ്രിഡ് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് അറിയുന്നത്. മിക്കവാറും ഹൈബ്രിഡ് വരുമായിരിക്കും. ഹൈബ്രിഡ് വന്നാൽ അടിപൊളി, കാരണം മൈലേജ് കൺസേൺ ഇല്ല. ഇപ്പം ആകെ കിയയിലുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് മൈലേജ് കുറവാന്നുള്ളൊരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ പെട്രോൾ എഞ്ചിനിൽ. അപ്പം ഹൈബ്രിഡും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്താ പറയാനുള്ളത്, പിടിച്ചാൽ കിട്ടില്ല എന്നേ പറയാനുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു സെൽറ്റോസ് എന്തായാലും ഈ പ്രാവശ്യം ബിൽഡ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 5 സ്റ്റാർ സേഫ്റ്റി എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം കോമ്പറ്റീറ്റേഴ്സ് എല്ലാവരും, ഈവൻ മാരുതി വരെ 5 സ്റ്റാർ സേഫ്റ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും 5 സ്റ്റാർ സേഫ്റ്റി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. സ്ട്രോങ് ഹൈബ്രിഡ് തന്നെയാണ് വരുന്നതെന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത്. നമുക്ക് 10-ാം തീയതി ഫുൾ ഡീറ്റെയിൽസ് നോക്കാം. എന്തായാലും വണ്ടി റോട്ടിൽ ഇറങ്ങുക 2026 കേട്ടോ. ഗ്ലോബൽ പ്രീമിയർ മാത്രമാണ് December 10 വരുന്നത്. അപ്പോൾ 2026 ഫെബ്രുവരി ആകുമ്പോഴേക്കും നമുക്ക് റോട്ടിൽ ഇറങ്ങിയിട്ടൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് വണ്ടി. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടീനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഒരു കിണ്ണം കാഴ്ച സാധനം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മിഡ് സൈസ് SUV കാത്തിരിക്കുന്നുണ്ട്, സെൽറ്റോസ് പ്രേമികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ഫോർ ദിസ് മൊമെന്റ്. ഓക്കെ, ഇത് ഒരു വേറെ സാധനം തന്നെയാണ്. പഴയ സെൽറ്റോസ് ഇതും തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് വേണമെങ്കിൽ പറയാം, ഡിസൈൻ വൈസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥകൾ വരുന്നത്. അപ്പം സ്റ്റേ ട്യൂൺഡ് ഫോർ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇത് സെൽറ്റോസിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ആയിട്ട് ഇട്ടതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.